വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ അവ്യയുടെ പിറന്നാളായിരുന്നു കേട്ടോ. ഇവർ അമ്പലത്തിൽ വന്നതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വീട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവർ ഓർമ്മയിലേക്ക് ഓടി വന്നത്. അപ്പോൾ തന്നെ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വരല്ലേ 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 എന്നൊരു 100,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അന്നൂസിന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള പനിയായിരുന്നു. ആശ വന്നപ്പോൾ ഞാനവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി പിന്നെ ഞാൻ ചെയ്തോളാം സീബ എന്ന് പറഞ്ഞിട്ട് ആശ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അതെനിക്ക് നല്ല ലാഭമായിട്ടുണ്ട്. പക്ഷെ കിച്ചണിൽ ആളുണ്ടെന്ന് കരുതി ഞാനവിടെ വെറുതെ ഇരിക്കൊന്നും അല്ലായിരുന്നു. നല്ല പണിയായിരുന്നു. എന്റെ മെയിൻ ഹോബി പിന്നെ അടുക്കിപ്പറക്കലാണല്ലോ. സിങ്കിന്റെ അവിടെ നിന്ന് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നു അവയും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് അറിഞ്ഞുകൂടല്ലോ, ഇവരുടെ ഏറ്റവും നല്ല ജീവിതത്തിന്റെ സമയങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 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 ഡ്യൂപ്ലിക്കേറ്റ് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ ഉണ്ടായിരുന്നു. മീനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അച്ചാറുണ്ടായിരുന്നു, ചെറിയ പച്ചടി ഉണ്ടായിരുന്നു, മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാം കൂടി ഇരുന്ന് ഒന്നിച്ച് കഴിച്ചു. ഇത് കണ്ടു നിന്ന് ഞങ്ങൾക്കും സന്തോഷമായി, സംതൃപ്തിയായി, സമാധാനമായി. സന്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സന്തുവിന് ഫുഡൊക്കെ കൊടുത്തു. സന്തു പറഞ്ഞതിന്റെ പേരിലാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ എങ്ങോട്ടേക്കാ പോകാൻ ഒരുങ്ങുന്നറിയോ? ഞാനും വേഗം റെഡി ആയിട്ടുണ്ട്. എങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചു കാണുമല്ലോ. ഇങ്ങോട്ടൊരു എഴുന്നള്ളത്തുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടൊരു എഴുന്നള്ളത്ത് പിന്നെ മസ്റ്റ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി താഴേക്ക് നല്ല പൊരിപ്പുരാന്നുള്ള വെയിലായിരുന്നു കേട്ടോ. വിഷ്ണു എന്ത് കാട്ടി നടക്കുവാണെന്ന് അവന് തന്നെ അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അലച്ച് വിളിച്ച് നാലാൾ അറിയും ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കും കേട്ടോ. അതാണല്ലോ ബഹളം. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. പറപ്പിച്ച് വിടന്റെ മാമ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറി ഞങ്ങൾ ഈ പോകുന്നത് മറ്റെങ്ങോട്ടേക്കും അല്ല, വിഷ്ണുവിന്റെ അവയുടെ സ്കൂളിലേക്കാണ്. വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളാണ്. അവയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണമായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഗായ്സ്. ഏതാനും നിമിഷങ്ങൾക്കകം അത് സംഭവിക്കും. അങ്ങനെ ആ കർമ്മവും സംഭവിച്ചു ഗായ്സ്. ഞങ്ങൾ സ്കൂളിന്റെ കവാടം കടന്ന് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ പണി. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ കുറെ കുട്ടികളുണ്ടായിരുന്നു പുസ്തകമൊക്കെ വാങ്ങിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അവരുടെ പേരൻസും ഒക്കെ അവിടെ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ എന്താ പറയുന്നത്, പോസ്റ്റ് അടിച്ചു നിന്നു കേട്ടോ. ആശ പിന്നെ വേഗം തന്നെ ടെക്സ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഒരു പായസം ഉണ്ടാക്കാനുള്ള ധൃതിയിലാണ്. പിന്നെ എല്ലാവരും കൂടി കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. ടാറ്റാ, ഓക്കെ, ബൈ ബൈ.